നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. NSSന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്നും ഇപ്പോൾ സ്വീകരിച്ചത് ശരിദൂരമെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. നായർ സർവീസ് സൊസൈറ്റിയുടെ വരവ് ചെലവ് കണക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റും അംഗീകരിക്കുന്നതിനുള്ള പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ച സർക്കാർ അനുകൂല നിലപാടിനെ പ്രതിനിധി സഭായോഗത്തിൽ അംഗങ്ങൾ പിന്തുണച്ചു. സമദൂര നയത്തിൽ നിന്ന് മാറ്റമില്ലെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ യോഗത്തിലും പിന്നീട് മാധ്യമങ്ങളോടും ആവർത്തിച്ചു. ശബരിമല പ്രക്ഷോഭം സമയത്തെ സാഹചര്യമല്ല നിലവിലെന്നും സുകുമാരൻ നായർ യോഗത്തിൽ വ്യക്തമാക്കി. യോഗത്തിന് ശേഷം സമദൂരത്തിലെ ശരിദൂരമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് അനുകൂല നിലപാട് NSSനില്ലെന്നും സുകുമാരൻ നായർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സമദൂര നയത്തിൽ നിന്ന് ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ല. മന്നത്ത് പത്മനാഭൻ്റെ കാലത്തുള്ള നിലപാട് തന്നെയാണ് തുടരുന്നത്. അയ്യപ്പ സംഗമത്തിൽ NSS പ്രതിനിധി പങ്കെടുത്തത് സമദൂര നയത്തിൽ നിന്നുള്ള മാറ്റമാണെന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ ഞങ്ങളില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ട്, അതാണ് ഇപ്പോൾ സ്വീകരിച്ച നിലപാടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ പ്രവർത്തനത്തിൽ ഗവൺമെൻറ് ഈ പ്രവർത്തനം തുടരുമോ, ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ നമ്മളോട് തന്നെ ശബരിമലയുടെ വികസനത്തിനായി ഒരു കൺവെൻഷൻ യോഗ അടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത് വിളിച്ചു കൂട്ടുന്നുണ്ടല്ലോ, വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണോ? എന്നാൽ അതിനകത്ത് രാഷ്ട്രീയം പാടില്ല. എന്നെ കാണാൻ വന്നു മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും. അവർ പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചു തന്നെയാണ് ഈ കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ കേസിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വേണമെങ്കിലും അവർക്ക് പഴയതുപോലെ നടത്താനുള്ള അവകാശം വിചാരിച്ചാൽ, പക്ഷേ ആ പോക്ക് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് രാഷ്ട്രീയ നമ്മൾ ആ സമദൂരം തുടരും. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരമുണ്ട്. അതെങ്ങനെയാണ് ഇപ്പൊ കാണിച്ചതാ. അപ്പൊ അതിൽ നമ്മൾ ഈ ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ, സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? എന്തൊക്കെ മാറ്റങ്ങൾ ഇടതു സർക്കാരിന് എങ്ങനെയാണ് മനംമാറി? പൂഞ്ഞാർ പഞ്ചായത്തിലെ ചേന്നാട് ഭാഗത്ത് NSS സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡ്. ചേന്നാട് അമ്പലഭാഗത്ത് NSS കരയോഗം ഓഫീസിന് മുന്നിൽ കൊടിമരത്തോട് ചേർന്നാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. കരയോഗ അംഗങ്ങളിൽ ചിലർ തന്നെയാണ് ബോർഡ് സ്ഥാപിച്ചത്. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന സുകുമാരൻ നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബാനർ സ്ഥാപിച്ചത്. അതേസമയം ജനറൽ സെക്രട്ടറിയുടെ തീരുമാനത്തോട് അനുഭാവമില്ലെങ്കിലും കെട്ടിടത്തിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനോട് എതിർപ്പുണ്ടെന്ന് കരയോഗം ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ ചില കരയോഗ അംഗങ്ങളാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. സംഭവം അറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഭാരവാഹികൾ ബോർഡ് അഴിച്ചുമാറ്റി. സുകുമാരൻ നായരുടെ നിലപാടുകൾ ബോഷ്കാണെന്നാണ് NSS അംഗവും ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത പ്രസാദ് പങ്കപ്പാട്ട് പറഞ്ഞു. മാസവരി കൊടുക്കാനും ചാത്തമുണ്ണാനും മാത്രമല്ല തങ്ങൾ ഇരിക്കുന്നതെന്നും പ്രസാദ് പറഞ്ഞു. NSS പൊതുയോഗം ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് രാവിലെ കരയോഗം ഓഫീസിന് മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ചേന്നാട് 652 നമ്പർ കരയോഗ അംഗം എന്ന നിലയിൽ എനിക്ക് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ സമീപനത്തോട് ശക്തമായ വിയോജിപ്പ് എനിക്കുണ്ട്. ഇരുളിൻ്റെ മറവിൽ സ്ത്രീകളെ ഭഗവാന്റെ സന്നിധിയിൽ ശബരിമല സന്നിധാനത്ത് കയറ്റിയ പിണറായി വിജയൻ്റെ പാദസേവ ചെയ്യുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ സമീപനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഫ്ലെക്സ് വെച്ച് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ഞങ്ങൾ ശക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി എന്ത് വന്നാലും, എന്ത് കാര്യങ്ങൾ ഇതിൻ്റെ പേരിൽ അയ്യപ്പ ഭക്തൻ എന്നുള്ള രീതിയിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറുമാണ്. നിലപാടുകളോട് അനുഭാവമില്ലെങ്കിലും കെട്ടിടത്തിൽ കെട്ടിയതിനോട്
ഞങ്ങൾ വിയോജിക്കുന്നു. അതുകൊണ്ടാണ് അഴിച്ചു മാറ്റിയത്. എല്ലാവരും പല പല ഞങ്ങളുടെ അറിവോട് കൂടിയൊന്നും അല്ല ഇത് കിട്ടിയിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് പാലാ കോടതിയിൽ സർക്കാരിനു വേണ്ടി കോട്ടയം ജില്ലാ കളക്ടർ നൽകിയ സിവിൽ കേസിൽ ഇന്ന് പ്രതിഭാഗത്തെ വിസ്തരിക്കും. 2260 ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് തിരുവല്ല ആസ്ഥാനമായ ബിലീവേഴ്സ് ചർച്ചിന് കീഴിൽ ആയന ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രതി ചേർത്താണ് സർക്കാർ കേസ് നൽകിയിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് കൈവശക്കാരായ ആയന ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എസ്റ്റേറ്റിന്റെ അവകാശം സംസ്ഥാന സർക്കാരിനുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന റവന്യൂ വകുപ്പ് രേഖകളും പ്രമാണങ്ങളും വാദിഭാഗം മുൻപ് തന്നെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഹാരിസൺ മലയാളം ലിമിറ്റഡ് ബ്രിട്ടീഷ് കമ്പനിയാണെന്നും രാജ്യം സ്വതന്ത്രമായതോടെ വിദേശ കമ്പനി സ്വത്തുക്കളുടെ ഉടമസ്ഥർ കേന്ദ്ര സർക്കാരാണെന്നും വാദിഭാഗം കോടതിയെ ധരിപ്പിച്ചു. ഹാരിസണിൽ നിന്നും ബിലീവേഴ്സ് ചർച്ച് 2004 ചെറുവള്ളിത്തോട്ടം വാങ്ങി എരുമേലി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തത്. ഇതനുസരിച്ച് 2013 വരെ ബിലീവേഴ്സ് ചർച്ച് എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ കരമടച്ചിരുന്നു. ആധാരം രജിസ്റ്റർ ചെയ്ത് കരമടച്ചതുകൊണ്ട് ഉടമസ്ഥത അവകാശപ്പെടാനാവില്ലെന്ന മേൽക്കോടതി വിധികൾ വാദിഭാഗം ഉന്നയിച്ചു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചാവും വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുക. ഈ നിയമം അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടി കോടതിയെ സമീപിച്ച് റദ്ദ് ചെയ്യിക്കാൻ കഴിയില്ല. എന്നാൽ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല. കേസ് വിജയിച്ചാൽ എരുമേലി വിമാനത്താവള ഭൂമി വിലയ്ക്ക് വാങ്ങാതെ ഏറ്റെടുക്കുവാൻ സർക്കാരിന് കഴിയും. വാദിഭാഗത്തിനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സജി കൊടുവത്ത് ഹാജരാകും. ദൃശ്യന്യൂസ്, എരുമേലി. മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ അമ്മ സീതമ്മ സർക്കാർ നവീകരിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങി. മന്ത്രി ആർ ബിന്ദുവിൻ്റെ കയ്യിൽ നിന്നാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് കെ വിശ്രുതനോടൊപ്പം സീതമ്മ താക്കോൽ വാങ്ങിയത്. തലയോലപ്പറമ്പ് ഉമ്മങ്കുന്നിലുള്ള വീടിനോട് ചേർന്നൊരുക്കിയ പന്തലിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും സാക്ഷി നിർത്തിയായിരുന്നു താക്കോൽ കൈമാറ്റം. കുടുംബത്തിന് വേദനയുണ്ടായ അവസരത്തിൽ സർക്കാർ നൽകിയ ഉറപ്പുകളെല്ലാം പാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ബിന്ദുവിൻ്റെ മകൻ നവനീതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി നൽകുന്നതിന് നടപടികൾ പൂർത്തിയായതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഒക്ടോബർ 3 നിയമന ഉത്തരവ് വീട്ടിലെത്തിച്ച് നൽകും. CK ആശ MLA മുഖ്യാതിഥിയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിലാണ് വീട് നവീകരിച്ചത്. അടുക്കളയുടെ ഭാഗം പൊളിച്ചുമാറ്റി ശുചിമുറി ഉൾപ്പെടുന്ന ഒരു മുറിയും അടുക്കളയും വർക്കേരിയയും കൂട്ടിച്ചേർത്ത് കോൺക്രീറ്റ് ചെയ്താണ് വീട് നവീകരിച്ചത്. വീട്ടിലേക്കുള്ള വഴിയിലെ നടകൾ പുതുക്കിപ്പണിയുകയും ചുറ്റുമതിൽ നിർമ്മിക്കുകയും ചെയ്തു. ജൂലൈ 3 അപകടത്തിലാണ് ബിന്ദു മരണമടഞ്ഞത്. അടിസ്ഥാനത്തിലെടുത്ത ക്യാബിനറ്റിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു. 10 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ സംസ്കാര ചടങ്ങ് ഞങ്ങൾ 50,000 രൂപ കൊടുത്തിരുന്നു. അങ്ങനെ 10 ലക്ഷം രൂപ ക്യാഷായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ പറഞ്ഞതനുസരിച്ച് സമയപരിധിക്കുള്ളിൽ തന്നെ ആ പണം ഇവിടെ നിങ്ങൾ നേരിട്ടെത്തിച്ചു എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുക. മൂന്നാമത്തെ കാര്യമായിരുന്നു വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന കാര്യം പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ഉന്നതവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ആ വിഷയത്തിൽ NSS സ്കീമുമായി ബന്ധപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ദൗത്യം ഏറെ തൃപ്തികരമായ നിലയിൽ നിറവേറ്റി മനോഹരമായ വിധത്തിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട്. നാഷണൽ സർവീസ് സ്കീമിനോട് ഈ സന്ദർഭത്തിൽ സർക്കാരിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ NSS യൂണിറ്റ് വളരെ നല്ല നിലയിൽ ഉത്തരവാദിത്തപൂർവമാണ് അവരുടെ കടമ നിർവഹിച്ചത്. ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ ശിവദാസ് നേതൃത്വം നൽകുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയിലെ NSS യൂണിറ്റിനോടും മറ്റ് ഈ പ്രവർത്തനവുമായി സഹകരിച്ച മറ്റ് NSS യൂണിറ്റുകൾ. പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ച് 3 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാകാതെ കൊക്കയാർ വില്ലേജ് ഓഫീസിൻ്റെ പുതിയ മന്ദിരം. 44 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഫണ്ട് തികഞ്ഞില്ലെന്ന കാരണത്താൽ ഇപ്പോൾ നിർമ്മാണം നിലച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പീരുമേട് നിയോജകമണ്ഡലത്തിലെ മഞ്ചുമല, ഉപ്പുതറ, പീരുമേട് തുടങ്ങിയ വില്ലേജ് ഓഫീസുകളുടെ ഒപ്പമാണ് കൊക്കയാർ വില്ലേജ് ഓഫീസിൻ്റെയും നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോഴും കൊക്കയാർ പഞ്ചായത്തിൻ്റെ വില്ലേജ് ഓഫീസ് കെട്ടിടം മാത്രം ഇതുവരെ പണി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് 3 ഇടങ്ങളിലും നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതലയെങ്കിൽ കൊക്കയാർ
വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ചുമതല പൊതുമരാമത്ത് വകുപ്പ് സ്വകാര്യ കരാറുകാരനെയാണ് ഏൽപ്പിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതോടെ നിലവിലെ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ് പരിമിതികളുടെ നടുവിലാണ്. 3 വർഷമായിട്ട് കൊക്കയാർ വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ ഇടുക്കി സബ് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ചങ്ങനാശ്ശേരി താലൂക്കിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ റവന്യൂ ടവറിന്റെ അറ്റകുറ്റപ്പണികൾക്ക് 1.81 കോടിയുടെ അനുമതി ലഭിച്ചതായി ജോബ് മൈക്കിൾ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MLAയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചത്. കാലഹരണപ്പെട്ട് ജീർണാവസ്ഥയിലായ ലിഫ്റ്റുകളിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവായിരുന്നു. ടോയ്ലറ്റുകൾ പലതും ദുർഗന്ധപൂരിതമാണ്. കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളിൽ ചോർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. വിവിധ സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ടവറിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. ചങ്ങനാശ്ശേരി റവന്യൂ ടവറിന്റെ ശാപമോക്ഷം കുറേയേറെ വർഷങ്ങളായി ചങ്ങനാശ്ശേരി റവന്യൂ ടവർ നമുക്കറിയാവുന്ന പോലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ MLA ആയ സമയത്ത് 2021 ഈ താലൂക്ക് വികസന സമിതിക്കും മറ്റുള്ള പരിപാടിക്കൊക്കെ വരുമ്പോൾ ഏറ്റവും അധികം പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ചങ്ങനാശ്ശേരി റവന്യൂ ടവർ. പക്ഷെ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഒത്തിരിയേറെ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഈ റവന്യൂ ടവറും പരിസര പ്രദേശങ്ങളും കിടന്നിരുന്നത് വളരെ വൃത്തിഹീനമായിട്ടായിരുന്നു. അത് ഒരു ഭാഗത്ത് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നമ്മൾ നന്നാക്കിയെടുത്തു. ദിവസേന 100 കണക്കിന് ആളുകൾ വന്നു പോകുന്നതും അതിലധികം ഉദ്യോഗസ്ഥർ ജോലിക്ക് എത്തിച്ചേരുന്നതുമായ ഒരു സ്ഥലം ഈ രീതി നശിച്ചു പോകുന്നത് തടയുന്നതിലേക്കായി നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ആദ്യഘട്ടം എന്നോണം പ്രത്യേക സാഹചര്യം ഒഴിവാക്കുന്നതിലേക്കായി ടോയ്ലറ്റും മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ വൃത്തിയാക്കി റവന്യൂ ടവറിന് ചുറ്റും കൂട്ടിയിരുന്ന മാലിന്യം മാറ്റുകയും ഈ പ്രദേശം പാർക്കിങ്ങിനായി ഇൻ്റർലോക്ക് ഇട്ട് സജ്ജീകരിക്കുകയും ചെയ്തു. ചെറുമഴയത്ത് പോലും ചോർന്നൊലിച്ചിരുന്ന സെൻറ്റർ റൂഫ് മാറ്റുകയും പകരം പുതിയ റൂഫ് സ്ഥാപിക്കുകയും ചെയ്തു. പാർക്കിംഗ് ക്രമീകരണം മെച്ചപ്പെടുത്താൻ ഫിഷ് ബോൺ പാർക്കിംഗ് സംവിധാനം കൊണ്ടുവന്നു. സർക്കാർ ഓഫീസുകൾക്ക് മറ്റ് പ്രൈവറ്റ് സ്ഥാപനം എന്നിവയ്ക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനായി കൃത്യമായ നിർദ്ദേശം നൽകുകയും അത് മോണിറ്റർ ചെയ്യാൻ ചങ്ങനാശ്ശേരി തഹസിൽദാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുവെങ്കിലും പൂർണ്ണമായ നവീകരണം പിന്നെയും ബാക്കി തുടരുകയായിരുന്നു. ഈ പ്രശ്നത്തിലാണ് ഇപ്പോൾ ശാമോഷം വരുന്നത്. MLAയുടെ 25-26 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,81,22,000 രൂപ റവന്യൂ ടവറിൻ്റെ നവീകരണത്തിനായി അനുവദിച്ചു. രണ്ടാമതായി ഈ തുക ഉപയോഗിച്ച് പുതിയ 4 ലിഫ്റ്റുകൾ സ്ഥാപിക്കും. മൂന്നാമത് റവന്യൂ ടവറിൻ്റെ പരിസരം മുഴുവൻ ഇൻ്റർലോക്കുകൾ ഇട്ട് വൃത്തിയാക്കും. ഇതിലേക്ക് 52 ലക്ഷം രൂപ വകയിരുത്തും. പുതിയതായി പാർക്കിംഗ് ക്രമീകരണം ഒരുക്കും. അതോടൊപ്പം തന്നെ നമുക്ക് അഗ്നിശമന ഉപകരണങ്ങളെല്ലാം നശിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അഗ്നിശമന ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലേക്കായി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിലൂടെ കാലഹരണപ്പെട്ടു പോയ അഗ്നി രക്ഷാ സംവിധാനം പുനഃസ്ഥാപിച്ച് സുരക്ഷിത ഉറപ്പാക്കും. പിന്നെ ടോയ്ലറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം എന്നിവയ്ക്ക് വേണ്ട ക്രമീകരണം ചെയ്യും. ആവശ്യമായിട്ടുള്ള മറ്റ് അനുബന്ധ സംവിധാനവും ഒരുക്കാൻ വേണ്ടിയാണ് 1,82,22,000 രൂപ നമ്മൾ ഇപ്പോൾ ഈ റവന്യൂ ടവറിൻ്റെ ശാപമോക്ഷത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട കോട്ടയം കളക്ടറുമായി ഇരുന്ന് റവന്യൂ ടവറിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ പേരിനായിരുന്നു, റവന്യൂ ടവറിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റൻ്റ് എഞ്ചിനീയറും ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിങ്ങിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഈ തുക 1,81,22,000 രൂപ നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. തലയോലപ്പറമ്പ് തലപ്പാറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. തലപ്പാറ കൊങ്ങിണിമുക്കിലാണ് അപകടമുണ്ടായത്. കരിപ്പാടം ദാരുസദയിൽ മുർത്താസ് അലി റഷീദ്, വൈക്കം സ്വദേശി റിദ്ദിഖ് എന്നിവരാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റ ഇവരുടെ സുഹൃത്തിനെ പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് തലപ്പാറ എറണാകുളം റോഡിൽ കിലോമീറ്ററുകളോളം ഗതാഗത തടസ്സമുണ്ടായി. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാർ യാത്രികരായ റഷീദിനെ പൊതിയിലെ ആശുപത്രിയിലും റിദ്ദിഖിനെ മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് റെഫ്രിജറേറ്റർ കയറ്റി വന്ന ലോറിയും കാറും നേർക്കുനേരെയാണ് ഇടിച്ചത്. കാറിൻ്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. വീട്ടിലെ ബർത്ത്ഡേ ആഘോഷ പരിപാടിക്ക് ശേഷം സുഹൃത്തിനെ കൊണ്ടുവിടാൻ പോയതായിരുന്നു കാർ യാത്രികർ.
തലയോലപ്പറമ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിഷൻ 2031 പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ മാസം കോട്ടയത്ത് നടത്തുന്ന സെമിനാർ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കോട്ടയം ബസേലിയോസ് കോളേജിൽ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന 33 സെമിനാറുകളിലൊന്നാണ് ഒക്ടോബർ 18 കോട്ടയത്ത് നടക്കുന്നത്. കോട്ടയം മാമൻ മാപ്പിള ഹാളാണ് പ്രധാന വേദി. കോട്ടയം BCM ബസേലിയസ് കോളേജുകളും അനുബന്ധ പരിപാടികൾ നടക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പങ്കെടുക്കും. ഈ രംഗത്ത് സംസ്ഥാനം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളും അവതരിപ്പിക്കും. നൈപുണ്യ വികസനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം നടത്താൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ സഹായിച്ചത് അസാപ് നൈപുണ്യ കേന്ദ്രമാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട കാലോചിത പരിഷ്കാരങ്ങളും സെമിനാറിലെ ചർച്ചകളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രശസ്തരും പ്രതിഭാശാലികളുമായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധന്മാരെല്ലാം ഇവിടെ സെമിനാറിൽ സംബന്ധിക്കും. ഇതേപോലെ 14 ജില്ലകളിൽ ഓരോ വിഷയത്തെ ആസ്പദമാണ്. ഇപ്പോൾ എറണാകുളത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ചർച്ചകളാണ്. തൃശ്ശൂരിൽ സാംസ്കാരികവും അതോടൊപ്പം തന്നെ മറ്റ് റവന്യൂ ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചകളാണ്. സാമൂഹിക രീതികൾ ടീച്ചറുടെ മറ്റൊരു വകുപ്പാണ്. അത്തരത്തിൽ ഓരോ ജില്ലയിലും നിശ്ചയിച്ചിട്ടുള്ളത് വിവിധ വിഷയങ്ങളാണ്. എടുക്കുമ്പോൾ 33 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അതിൽ വ്യവസായവും ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് എറണാകുളം ചർച്ച ചെയ്യാവുന്നതുപോലെ വളരെ ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത്. എക്കാലത്തും സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സമൂഹം എന്ന നിലയിൽ തുല്യതയുടെയും പ്രാപ്യതയുടെയും ഒക്കെ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മൾ മുൻപിലാണ്. ഇനി ഗുണമേന്മ വർധനവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്വാളിറ്റിയും എക്സലൻസും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നമ്മൾ ഊന്നൽ നൽകുന്നത് റിസർച്ച് ആക്ടിവിറ്റീസിലാണ്. ഗവേഷണാത്മക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗവേഷകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും വലിയ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ഒരു വിജ്ഞാന അധിഷ്ഠിത സമൂഹം കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുക്കുന്ന സമീപനമാണ് 2ാം പിണറായി സർക്കാരിനുള്ളത്. ആ സർക്കാരിന്റെ ഈ പ്രയോറിറ്റി സെക്ടറിൽ പ്രയോറിറ്റി നൽകുന്ന മേഖലയാണ് റിസർച്ച്. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി രാജൻ വർഗീസ്, MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് റെജി സക്കറിയ, P ഹരികൃഷ്ണൻ, സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ, ബസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിജു തോമസ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ, കോളേജ് പ്രിൻസിപ്പൽമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ സോളാർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാൻ നടപടിയായി. ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ആനയളപ്പ് മുതൽ വഴിക്കടവ് കുരിശുമല വരെയുള്ള 17 സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ അംഗീകാരമായി. ഗ്രാമജില്ലാ പഞ്ചായത്തുകളുടെ 2025-26 വാർഷിക പദ്ധതി പ്രകാരം 4.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമറകൾ 17 സ്ഥലങ്ങളിലും സ്ഥാപിക്കും. 12 സ്ഥലങ്ങളിൽ സോളാർ നിരീക്ഷണ ക്യാമറകളും 5 സ്ഥലങ്ങളിൽ 30 മീറ്റർ പരിധി വരെയുള്ള വിഷ്വലുകൾ ലഭിക്കുന്ന IP ക്യാമറകളുമാണ് സ്ഥാപിക്കുന്നത്. AI ക്യാമറകൾ, ഹ്യൂമൻ ഡിറ്റക്ഷൻ അലാം, 2-വേ ഓഡിയോ തുടങ്ങിയ സംവിധാനങ്ങൾ അടങ്ങിയിട്ടുള്ള നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണിലേക്കുള്ള പ്രധാന പാതയായ ഇവിടം CCTV നിരീക്ഷണത്തിലാവുന്നത് ഏറെ ഗുണകരമാകും. അതേസമയം ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നറിഞ്ഞ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ഗ്രാമപഞ്ചായത്തിലെ ടൂറിസ്റ്റ് മേഖലയിലെ വികസനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില തൽപരകക്ഷികൾ സമൂഹ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിത വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ് പറഞ്ഞു.
മലയാളികൾ പാലായുടെ പ്രതീകമായി KM മാണിയെയാണ് എക്കാലവും കാണുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റായിരുന്ന KM മാണിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർഷക തൊഴിലാളി അവാർഡുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ കാര്യം പറയുകയും വരാമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തതായിരുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില യോഗങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയാതെ വന്നതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. മാണി സാറിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായ അവാർഡാണ് മീനച്ചിൽ താലൂക്ക് സഹകരണ ബാങ്ക് നൽകുന്നത്. എക്കാലത്തും കർഷക വിഭാഗത്തിനു വേണ്ടി, കർഷക വർഗത്തിനു വേണ്ടി ശക്തമായി നിലയുറപ്പിച്ചിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു മാണി സാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വൈവിധ്യമാർന്ന വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെങ്കിലും അതിലെല്ലാം കർഷക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തപ്പോഴും കർഷക സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ നേതാവായിരുന്നു KM മാണി. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കർഷകപക്ഷ നിലപാടുകളാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കർഷകരെയും കർഷക തൊഴിലാളികളെയും എന്നും ചേർത്ത് നിർത്തി ക്ഷേമം ഉറപ്പുവരുത്തിയ നേതാവായിരുന്നു KM മാണിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കർഷക രാഷ്ട്രീയം രാഷ്ട്രീയ കക്ഷികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് KM മാണിയുടെ കർഷകപക്ഷ ഇടപെടലിനെ തുടർന്നാണെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. ജോജി അബ്രാഹം ചക്കുകുളത്ത്, ജസ്റ്റിൻ സക്രിയാസ് കാഞ്ഞിരത്തങ്ങൾ എന്നിവർ കർഷക അവാർഡും ഭവാനി അയ്യപ്പൻ മൂലേപ്പറമ്പിൽ കർഷക തൊഴിലാളി അവാർഡും മന്ത്രി റോഷി അഗസ്റ്റിനിൽ നിന്നും ഏറ്റുവാങ്ങി. പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ജോസ് കെ മാണി MP വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഔസേപ്പച്ചൻ വാളിപ്പിളാക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 2017-2021 വർഷങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ യുവ കർഷക അവാർഡ് നേടിയ മാത്തുക്കുട്ടി ടോമിനെ പുരസ്കാരം നൽകി ആദരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ തോമസ് പീറ്റർ, മുൻ PSC മെമ്പർമാരായ പ്രൊഫസർ ലോപ്പസ് മാത്യു, VT തോമസ്, വാർഡ് കൗൺസിലർ ബിജി ജോജോ, കാഞ്ഞിരപ്പള്ളി ബാങ്ക് പ്രസിഡന്റ് സാജൻ തൊടുക, പാല അർബൻ ബാങ്ക് പ്രസിഡന്റ് CP ചന്ദ്രൻ നായർ, കേരളീയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MS ശശീന്ദ്രൻ നായർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെറ്റി ഷാജു, മുൻ പ്രസിഡന്റ് KP ജോസഫ്, സെക്രട്ടറി ജോ പ്രസാദ് കുടിയാനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ദൃശ്യ ന്യൂസ്, പാല. ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കാനെത്തിയ യുവാവ് പാല ലാലംതോട്ടിൽ മരിച്ചതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട വെച്ചൂച്ചിറ ഇടകടത്തി കിഴുകണ്ടത്തിൽ ജിത്തു റോബിനെയാണ് 18-ാം തീയതി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഒന്നിലധികം ആളുകൾ നിരീക്ഷണത്തിലാണ്. ചിലരെ പോലീസ് ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. ജിത്തുവിനൊപ്പമുണ്ടായിരുന്നുവെന്ന് കരുതുന്ന കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറയുന്നു. പാല ലാലംതോട്ടിൽ KSRTC ഡിപ്പോയ്ക്ക് പിൻവശത്തായാണ് മൃതദേഹം കണ്ടത്. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ജീർണാവസ്ഥയിലുള്ള മൃതദേഹം ഇഞ്ചപ്പടർപ്പിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് തോടിൻ്റെ തീരത്തു നിന്നും കണ്ടെത്തിയിരുന്നു. തോടിൻ്റെ തീരത്തിരുന്ന് ജിത്തു ചിലർക്കൊപ്പം മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വെള്ളത്തിൽ വീണതിൽ ഒപ്പമുണ്ടായിരുന്നവർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പാല അരുണാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിൻ്റെ അടുത്ത് ജിത്തു 14-ാം തീയതി എത്തിയിരുന്നു. അന്നേ ദിവസം രാത്രി പാലായ്ക്ക് പോയ ജിത്തുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടക്കയം, കോരത്തോട്, എരുമേലി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഞ്ചവയലിൽ സർക്കാരിനെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. പട്ടയ പ്രശ്നം, വന്യജീവി ആക്രമണം, വനംവകുപ്പിൻ്റെ ജനങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെപ്റ്റംബർ 29-നാണ് പരിപാടി. പൊതുസമ്മേളനം ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തും. അന്നേ ദിവസം പാക്കാനത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീം ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ജില്ലാ UDF കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു, KPCC എക്സിക്യൂട്ടീവ് തോമസ് കല്ലാടൻ, DCC ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബിനു മറ്റക്കര, റോയ് കപ്പലുമാക്കൽ, മറ്റ് പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും. ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ കൃഷിക്കാരും മറ്റ് സാധാരണക്കാരെയും ബാധിക്കുന്ന തരത്തിലുള്ള പട്ടയവുമായി ബന്ധപ്പെട്ടും അതുപോലെ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി വിഷയങ്ങളുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ആ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 29-ാം തീയതി തിങ്കളാഴ്ച 29-ാം തീയതി 4 മണിക്ക് പുഞ്ചവയൽ കല്ലുകുന്നേൽ കേശവൻ നഗർ അവിടെ വെച്ച് നമ്മൾ ഈ ഹിൽമൻ സെറ്റിൽമെൻറ്റിൽപ്പെട്ട ആളുകൾക്ക് എന്ന് പറയുമ്പോൾ കോരത്തോട് പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗ പ്രദേശമുണ്ട്, മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ പുഞ്ചവയലുണ്ട്, പുലിക്കുന്നുണ്ട്,
കപ്പിലാമൂട്, ആനിക്കുന്ന്, മുരിക്കുംപയിൽ, അസമ്പനി, അങ്ങനെ കുറേ പ്രദേശങ്ങൾ മുണ്ടക്കയം പഞ്ചായത്തിൽ പെടുന്ന പ്രദേശങ്ങളുണ്ട്, പശ്ചിമ ഉൾപ്പെടെ. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ്. ചങ്ങനാശ്ശേരി SB കോളേജിൽ ആരംഭിച്ച സെന്റർ ഫോർ കുട്ടനാട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം രംഗത്തും കൃഷിയിലുമുള്ള കുട്ടനാടിൻ്റെ സാധ്യതകൾ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. നെൽകൃഷി മേഖലയിലെ പ്രതിസന്ധിയും തുടർച്ചയായ വെള്ളക്കെട്ടും പരിഹരിക്കപ്പെടുമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സെന്ററിലൂടെ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇ. ജോൺ ജേക്കബ് അനുസ്മരണ പ്രഭാഷണം സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജും ഷെവലിയർ IC ചാക്കോ അനുസ്മരണ പ്രഭാഷണം സിസ്റ്റർ ഡോക്ടർ മാർഗ്രറ്റ് മരിയ ജോസും നടത്തി. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ആന്റണി എത്തക്കാട്ട്, പ്രിൻസിപ്പൽ ഫാദർ ടെഡി കാഞ്ഞുപറമ്പിൽ, ജോസ് ജോൺ വെങ്ങാന്തറ, ജയ് ചാക്കോ ഇരിഞ്ഞിക്കൽ, വർഗീസ് കണ്ണമ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ഒരു പ്രൈസ് ടാഗിങ് ഒക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ ഒരു നെൽമണി അരി പോലും നമുക്ക് ഈ 56 ഏക്കർ സ്ഥലത്തുള്ളതും വാർഡ് നമുക്ക് എത്തിക്കാനോ അതിൻ്റെ ഒരു പ്രയോജനം കുട്ടനാട്ടിലെ കർഷകർക്ക് കിട്ടാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഫിഷറി സെക്ടർ, അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മേഖല തീർച്ചയായിട്ടും വലിയ വളർച്ചകൾ സാധ്യമായിട്ടുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ത്രിവേദി സൂചിപ്പിച്ച മാതിരി ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടനാട് റൈസ് എന്നൊരു പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലോട് സൂചിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്ന വ്യക്തത ഉണ്ടാവാൻ നമ്മുടെ SB കോളേജിൽ അന്ന് ഫാദർ റജി കുര്യൻ ഒരുമാതിരിപ്പെട്ട കുട്ടനാടിനെ സ്നേഹിക്കുന്നവരൊക്കെ കുട്ടനാട് വിട്ടുപോയിട്ട് കുട്ടനാടിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടിനെ കുറിച്ച് കവിത എഴുതുന്നു, കഥ എഴുതുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ നമുക്ക് ശരിയായ രീതിയിലുള്ള നല്ല ഇടപെടലുകൾ വേണം. അത് സർക്കാർ നല്ല ഭാവനാസമ്പന്നമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യണം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുക്കൽ പല നിവേദനങ്ങൾ ഒക്കെ വെച്ചായിരുന്നു. അതിൽ ഒരു കാര്യം, ഒരു ഗ്രേറ്റർ കുട്ടനാട് ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിക്കണം. കാരണം ഇത് ഒരു ജില്ലയിൽ മാത്രം കിടക്കുന്നതല്ല, 2-3 ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിക്കണം. അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതോറിറ്റികളൊക്കെ ഉള്ളത് എങ്ങനെ. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.